നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ വേറെ ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും അക്കൗണ്ടുകൾ ഇതേപോലെ ഇതിൽ കിടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇതിലിപ്പോൾ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പാസ്വേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്, ഡിസേബിൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകൾ കംപ്ലീറ്റ് ആക്സസ് ചെയ്യാനും ഒക്കെ പറ്റും. ഈ വീഡിയോ ഒന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ജസ്റ്റ് ദിസ് പി സിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ മോർ ഓപ്ഷൻസ് കൊടുക്കുക, എന്നിട്ട് മാനേജ് എടുക്കുക. നിങ്ങൾക്കിത് റൺ കമാൻഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം. സ്റ്റാർട്ട് കീ +R പ്രസ് ചെയ്യുക. അതിനുശേഷം LUSRMGR.MSC എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു സെയിം യൂസേഴ്സിൻ്റെ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ലോക്കൽ യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എടുക്കുക. ഇവിടെ യൂസേഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിലുള്ള യൂസേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഡീഫോൾട്ടായിട്ടുള്ള കുറേ അക്കൗണ്ടുകൾ ഉണ്ടാവും. അതൊക്കെ ഡിസേബിൾഡ് ആയിട്ട് ഡൗൺ ആരോ കാണുന്നതൊക്കെ ഡിസേബിൾഡ് ആണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പ്രിവിലേജ് ഉള്ള അക്കൗണ്ട് കൊടുക്കാതെ ലിമിറ്റഡ് അക്കൗണ്ട് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ ഗസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് അക്കൗണ്ട് ഈസ് ഡിസേബിൾഡ് എന്നുള്ളത് ടിക്ക് ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിനെ ഡിസേബിൾ ചെയ്യണമെങ്കിൽ, ഇതാണല്ലോ ഇപ്പോൾ പാസ്വേഡ് ഇല്ലാതിരിക്കുന്ന അക്കൗണ്ട്, ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എടുക്കുക, ഇതിനെ അക്കൗണ്ട് ഈസ് ഡിസേബിൾഡ് എന്ന് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് അവിടെ കാണാൻ പറ്റില്ല, അതുവഴി ആക്സസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഡിലീറ്റ് എന്ന് കൊടുത്താൽ മതി. അതല്ല ഇതിന് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ, വേറെ പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ന്യൂ പാസ്വേഡും പാസ്വേഡ് റീ എൻറ്ററും കൂടെ ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ യൂസർ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. വീഡിയോ അറിയാത്തവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.